ഇങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇടതുപക്ഷത്ത് പ്രത്യേകിച്ച് CPM-ൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ ഇതിനു മുമ്പ് നമ്മളൊക്കെ പൊതുപ്രവർത്തനം നേരിട്ട് ശ്രദ്ധിച്ചു തുടങ്ങിയതിന് ശേഷം നമ്മൾ വായിച്ചിട്ടുണ്ട്, അതിനപ്പുറത്തേക്ക് ശ്രദ്ധിച്ചിട്ടുള്ളത് ശേഷം VS അച്യുതാനന്ദനും പിണറായി വിജയനും തമ്മിലുള്ള തർക്കമായിരുന്നു. അതിന്റെ പിന്നിൽ മറ്റു ചില രാഷ്ട്രീയമായ അഥവാ അവരുടെ ആദർശപരമായ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി രണ്ടുപേർക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. അവർ തുല്യരായിരുന്നു, രണ്ട് തുല്യർ തമ്മിലുള്ള ആശയപരമായ സംഘർഷമായിരുന്നു. ഇവിടെ ഇത്തരത്തിലൊരു MLA ഒരു മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുഴുവൻ ക്രിമിനൽ പശ്ചാത്തലം, ഞാൻ വായിച്ചല്ലോ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടും അനിൽകുമാർ പറഞ്ഞൊരു വാചകം കൂടി ഞാൻ വായിക്കാം. പിണറായി വിജയൻ ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ച് വന്നയാളാണ്, ഇതൊന്നും ഞങ്ങൾക്കൊരു പുത്തരിയല്ല എന്നാണ്. അനിൽകുമാറെ, ഇത് കേരളീയ സമൂഹം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സ്വർണ്ണക്കടത്തുകാരനാണ് PV അൻവർ എന്നാണ് സ്ഥാപിക്കാനാണ് അനിൽകുമാർ ശ്രമിച്ചത്. നിഷ്പക്ഷമായി ഒന്ന് വിലയിരുത്തൂ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കടത്തുകാരെ സംരക്ഷിക്കാൻ പിണറായി വിജയൻ ശ്രമിക്കുന്നു എന്ന് കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി തന്നെ പറയാതെ പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ കുറിച്ചു, ഇതിന് PV അൻവർ മറുപടിയായ നിലയിൽ PV അൻവറിൻ്റെ മുകളിൽ ഒരുപാട് സംശയത്തിൻ്റെ വിത്തുകൾ പാകും എന്നുള്ളതുകൊണ്ട് PV അൻവർ ആ പോയിന്റിൽ പിടിച്ചിരിക്കും. അതാണല്ലോ രാഷ്ട്രീയം. കൃത്യമായി PV അൻവർ അതിലേക്ക് തന്നെ വന്നു. വെറുതെ അല്ലല്ലോ വന്നത്. അവിടെ നടക്കുന്ന സ്വർണ്ണ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് കേരള പോലീസും മുഖ്യമന്ത്രിയുടെ ഓഫീസും P ശശിയും എങ്ങനെയാണ് ഇത്തരത്തിൽ കേസുകൾ അട്ടിമറിച്ചുകൊണ്ട് സ്വർണം കൈക്കലാക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് തുടർച്ച അദ്ദേഹം തെളിവ് പറയുന്നത്. അദ്ദേഹം പോലീസ് പിടിക്കരുതെന്നല്ലോ പറഞ്ഞേ. എങ്ങനെയാണ് പോലീസ് സ്വർണം തട്ടിക്കൊണ്ട് പോകുന്നതിനെ സംബന്ധിച്ച് ഒരാളെ കസ്റ്റഡിയിലെടുത്തതിന് ശേഷം അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തതിന്റെ കൂട്ടത്തിൽ കൊടുക്കേണ്ട സ്വർണം കൊടുത്തിട്ടില്ല, ഫോണും മറ്റും സാധനവും കൊടുത്തുള്ളൂ ഇരയാക്കപ്പെട്ട ആൾ തന്നെ പറയുന്നു. എന്നിട്ടും പറയുന്നത് PV അൻവർ അവർക്ക് വേണ്ടിയാണ്, അഥവാ സ്വർണ്ണക്കടത്തുകാർക്ക് വേണ്ടിയാണ് നിൽക്കുന്നതെന്ന് ഇനിയും പറഞ്ഞാൽ ADGP എഴുതി കൊടുത്ത കാര്യങ്ങളാണ് മുഖ്യമന്ത്രി വായിച്ചത് എന്ന് കൂടി പറയുന്നു. അജിത് കുമാർ എഴുതി കൊടുത്തതാണ് വായിക്കുന്നത്. അതെ, ഞാൻ അതിലേക്കാ വരുന്നത്. ADGP എഴുതി കൊടുക്കുന്നത് ആ വാചകങ്ങളാണ് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറയുന്നത് എന്ന് വരെ പറഞ്ഞു വെക്കുന്നു. ഇവിടെ ADGP ആരായാലും എന്തായാലും മുഖ്യമന്ത്രിക്ക് ആരോ എഴുതി കൊടുക്കുക സ്വാഭാവികമാണ്, അതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ എഴുതി കൊടുക്കുമ്പോഴും അതിൻ്റെ കണ്ടന്റിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് ബോധ്യം വേണ്ടേ? ഇത്രയും ഗൗരവമുള്ള ആരോപണം ഉന്നയിച്ചിട്ടും എത്രയോ നാളായി തുടങ്ങിയിട്ട് അദ്ദേഹത്തിനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ സംസ്ഥാന മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തുന്നതുവരെ അനിൽകുമാർ ഉൾപ്പെടെയുള്ളവർ ഇത്തരം ചർച്ചകളിൽ നിന്ന് തലയിൽ മുണ്ടിട്ട് ഒളിക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിന് ശേഷമാണ് 21 ദിവസത്തിന് ശേഷമാണ് അനിൽകുമാർ ഉൾപ്പെടെ ചർച്ചയ്ക്ക് വന്നു തുടങ്ങിയത്. അപ്പോൾ ഓരോ ദിവസം കഴിയും തോറും ഇത്തരത്തിൽ PV അൻവർ കടുപ്പിച്ച് കൊണ്ടെത്തിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ നിശ്ചിതമായ വിമർശനം. ഇതിനേക്കാൾ എങ്ങനെയാണ് ഒരു ഭരണകക്ഷി MLA-ക്ക്, ഞങ്ങൾ പോലും പറയുന്നതിനപ്പുറത്ത്, ഞങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷമാണ്, ആ ഗൗരവത്തിലേ എടുക്കാറുള്ളൂ. പക്ഷേ ഭരണകക്ഷി MLA പോലും ഇത്രയും പറഞ്ഞിട്ടും നിങ്ങൾക്കിനി എന്ത് ചെയ്യാൻ കഴിയും? മുഖ്യമന്ത്രിക്ക് ഇതിനോട് സ്വല്പമെങ്കിലും ആർജവമുണ്ടെങ്കിൽ, മുഖ്യമന്ത്രിയിൽ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിസം അവശേഷിക്കുന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിൻ്റെ മാർക്സിസം അവശേഷിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം മിനിമം ആ സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞേക്കട്ടെ. പിന്നെ അനിൽകുമാർ പറഞ്ഞ 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അനിൽകുമാർ പറഞ്ഞത് ADGP-യെ പുകയ്ക്കും അന്വേഷണ റിപ്പോർട്ട് വന്നാലെന്നാ. നിങ്ങളൊരു ചുക്കും ചെയ്യില്ല. ADGP ആ സ്ഥാനത്ത് നിന്ന് 4 കേസ് ADGP-ക്കെതിരായി അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക. ADGP-യെ ഇത്ര ഒരു അഡ്വക്കേറ്റ് അല്ലേ താങ്കൾ? ഇങ്ങനെ വന്ന് പറയാൻ പാടുണ്ടോ? ADGP-യെ ലോ ആൻഡ് ഓർഡറിൽ നിന്ന് മാറ്റി നിർത്തിയാൽ ട്രിബ്യൂണലിൽ പോകും? എന്ത് പമ്പര വിഡ്ഢിത്തരമാണ് താങ്കൾ പറയുന്നത്? പറയേണ്ടെന്ന് കരുതിയതാ? ഒരു അഡ്വക്കേറ്റ് അല്ലേ താങ്കൾ? CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമല്ലേ? ADGP-യെ ഭരണപരമായ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ലോ ആൻഡ് ഓർഡറിൽ നിന്ന് മാറ്റി നിർത്തി ഒന്നീ പോലീസ് ഹൗസിംഗിലേക്കോ അല്ലെങ്കിൽ പോലീസ് അക്കാഡമിയിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്ഥാപനത്തിലേക്കോ മാറ്റി നിർത്തിയാൽ എന്ത് നടപടിയാണ്? ആരാ എടുക്കുന്ന നടപടി? ഏത് കോടതിയാണ് എടുക്കുന്നത്? ഞാൻ താങ്കളോടൊന്ന് ചോദിക്കട്ടെ. ജേക്കബ് തോമസിനെ ഒരു ദിവസം രാവിലെ 8 മണിക്ക് മുഖ്യമന്ത്രി വിളിച്ച് പറയുകയായിരുന്നല്ലോ നിങ്ങൾ ലീവിൽ പോകണമെന്ന്, അല്ലേ? അപ്പോൾ എത്ര തവണ ഏതെല്ലാം IPS ഉദ്യോഗസ്ഥരെ, പ്രത്യേകിച്ച് ADGP റാങ്കിലുള്ളവരെ എത്ര തവണ മാറ്റിയിട്ടുണ്ട്? എന്തെങ്കിലും അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണോ? എപ്പോൾ വേണമെങ്കിലും മാറ്റാവുന്ന തത്തുല്യമായ പദവിയിലേക്ക് അങ്ങോട്ട് മാറ്റി വെക്കുന്നതിൽ എന്താ തടസ്സം? ചെയ്തിട്ടില്ലേ? ഉമ്മൻചാണ്ടി ചെയ്തിട്ടുണ്ട്, പിണറായി വിജയൻ ചെയ്തിട്ടുണ്ട്. നിരവധി എക്സാമ്പിൾസ് ഉണ്ട്. 18 ദിവസം കൊണ്ട് മാറ്റിയ ADGP-മാരുണ്ട്, 12 ദിവസം കൊണ്ട് മാറ്റിയ DGP-മാരുണ്ട്. ഒരേ പദവിയിലാണ് അവരിക്കുന്നത്. അവരുടെ കേഡർ ഒന്ന് തന്നെയാണ്. സ്വാഭാവികമായും അങ്ങനെ അഡ്മിനിസ്ട്രേറ്റീവ് ബാക്ക്ഗ്രൗണ്ടോടുകൂടി നിർബന്ധമായി ചെയ്യാൻ കഴിയും. നിങ്ങൾ ആരോടായി സംസാരിക്കും? കേരളീയ സമൂഹത്തിൽ വിവരമുള്ളവരില്ലെന്നാണ് താങ്കൾ കരുതുന്നത്? അപ്പോൾ അത് കഴിയില്ല, ഞങ്ങൾക്ക് അന്വേഷണ റിപ്പോർട്ട് കിട്ടിയാൽ ഉടനെ ഞങ്ങൾ പോയിച്ചോളെ. ഇത്തരം വിഡ്ഢിത്തരങ്ങൾ, ഇത്തരം പമ്പര വിഡ്ഢിത്തരങ്ങൾ കുറെ നാളുകളായി നിങ്ങൾ പറയേണ്ട നമ്മൾ ക്ഷമിച്ചിരിക്കാൻ. ഇതൊക്കെ കേരളീയ സമൂഹം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അനിൽകുമാറെ, താങ്കൾ ഒരു അഭിഭാഷകൻ കൂടിയാണ്, ഞാൻ ആവർത്തിക്കുകയാണ്. താങ്കൾ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. ഇങ്ങനെ വിവരക്കേടെന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞ് ചക്കക്കൂട്ടൻ, ഇപ്പൊ ചക്കക്കൂട്ടൻ ഇങ്ങനെ കുഴച്ച് വെച്ചിരിക്കുക അൻവർ അങ്ങോട്ട് മുഖ്യമന്ത്രിയുടെ മുമ്പിലേക്ക്.
ചക്കക്കൂട്ടാൻ്റെ കാര്യം പറഞ്ഞല്ലോ, കുഴച്ച് വെച്ചു കൊടുത്തിരിക്കുക മുഖ്യമന്ത്രിയുടെ മുമ്പിലേക്ക്. 1, 2, 3 ദിവസം നിന്നാൽ തീരില്ല അത്. ഇതിനൊക്കെ മറുപടി പറഞ്ഞ് മുഖ്യമന്ത്രി ഒരുപാട് ബുദ്ധിമുട്ടും. ശരി, മറുപടി പറയുകയാണോ അതോ അൻവറിനെ തള്ളിക്കൊണ്ടുള്ള പ്രതിരോധം തീർക്കുകയാണോ, ചോദ്യങ്ങൾക്ക് ഉത്തരമാണോ വരികയെന്നാണ് നമുക്ക് അറിയേണ്ടത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.